Dear students, welcome to Business Studies class. നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആവശ്യം എന്താണ് എന്നുമാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതുപോലെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അതായത് ഗവൺമെൻറ് ഉണ്ട്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, ഓണേഴ്സ്, ഇങ്ങനെ കുറേ പേരുണ്ട്. ഇവരോടൊക്കെ ഒരു ബിസിനസ്സിന് എന്ത് ഉത്തരവാദിത്വമാണ് ഉണ്ടായിരിക്കേണ്ടത്? ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിലൊന്നാമത്തേത് എക്കണോമിക് റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് എൻ്റർപ്രൈസാണ്. സാമ്പത്തികം കൈകാര്യം ചെയ്യുകയും മണി ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രോഫിറ്റ് ഏൺ ചെയ്യുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യേണ്ട ഒരു സ്ഥാപനമാണ് ബിസിനസ്. സോ ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് ആൻ എക്കണോമിക് എൻറ്റിറ്റി. ഇറ്റ്സ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഈസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് സൊസൈറ്റി വാണ്ട്സ് ആൻഡ് സെൽ ദം അറ്റ് എ പ്രോഫിറ്റ്. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് ആവശ്യമായ അല്ലെങ്കിൽ സമൂഹത്തിന്, കസ്റ്റമേഴ്സിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ നിർമ്മിക്കുക. അത് ആവശ്യമായ അളവിലും ആവശ്യമായ ഗുണനിലവാരത്തിലും നിർമ്മിക്കുകയും അത് ഒരു ലാഭകരമായിട്ട് മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ബിസിനസ്സിൻ്റെ എക്കണോമിക് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ലാഭകരമായിട്ടൊരു ബിസിനസ് പ്രവർത്തിക്കുക, അതേസമയം സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുക. ഇതാണ് ഒരു ബിസിനസ്സിന് ഒന്നാമത്തെ കൈൻഡ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എക്കണോമിക് റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തേത് ലീഗൽ റെസ്പോൺസിബിലിറ്റി. ഓരോ രാജ്യത്തും വ്യത്യസ്ത നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ട്. ഈ നിയമങ്ങളൊക്കെ ആ രാജ്യത്തെ പൗരന്മാരും ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ, സ്ഥാപനങ്ങൾ, അത് ഓൺലൈനായാലും അല്ലാത്തതായാലും എല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. സോ ബിസിനസ് ഓൾസോ ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു ഓപ്പറേറ്റ് വിത്തിൻ ദ ലോസ് ഓഫ് ദി ലാൻഡ്. ഒരു രാജ്യത്തെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് ബിസിനസ്സിൻ്റെ കടമയാണ്. അപ്പോൾ they have to fulfill their legal responsibility by paying various statutory dues. There are many statutory dues to be payable to government. വ്യത്യസ്ത തരം ടാക്സുകളുണ്ട്. GST ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്. അത് അടയ്ക്കേണ്ട സമയത്ത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുക എന്നത് ഒരു ബിസിനസ്സിൻ്റെ ലീഗൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ രാജ്യത്ത് പാസ്സാക്കുന്ന നിയമങ്ങൾ, കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, വിധികൾ, ഇതൊക്കെ അംഗീകരിക്കുകയും അതൊക്കെ പാലിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ബിസിനസ്സിൻ്റെ ലീഗൽ റെസ്പോൺസിബിലിറ്റി. മൂന്നാമത്തേത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. സോ എത്തിക്സ് മീൻസ് ഒരു സമൂഹം എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില ബിഹേവിയേഴ്സ് ഉണ്ട്. പക്ഷേ അത്തരം ബിഹേവിയേഴ്സ് നിയമം മൂലം എനാക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു നിയമം മൂലം നടപ്പിലാക്കപ്പെടുന്നതല്ല. സമൂഹം പ്രതീക്ഷിക്കുന്ന ചില ബിഹേവിയർ. അപ്പോൾ ഇത്തരം ബിഹേവിയർ പാലിക്കാനുള്ള ഒരു ബിസിനസ്സിൻ്റെ കടമയാണ്. ദിസ് ഇൻക്ലൂഡ്സ് ബിഹേവിയർ ഓഫ് എ ഫേം ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ബൈ സൊസൈറ്റി ബട്ട് നോട്ട് കോഡിഫൈഡ് ഇൻ ലോ. നിയമത്തിലൂടെ നടപ്പിലാക്കുന്നതല്ല, പക്ഷേ സമൂഹം പ്രതീക്ഷിക്കുന്ന, ബിസിനസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില പെരുമാറ്റ രീതികളുണ്ട്. അപ്പം അത്തരത്തിൽ ഒരു ബിസിനസ് പെരുമാറുക എന്നതാണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നാലാമത്തേത് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി നിർബന്ധമല്ല. ലീഗൽ റെസ്പോൺസിബിലിറ്റി കമ്പൽസറിയാണ്. അത് പാലിച്ചില്ലെങ്കിൽ ബിസിനസ്സിനെതിരെ സിവിൽ, ക്രിമിനൽ നടപടികൾ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യും. അതുപോലെ എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, അത് പാലിച്ചില്ലെങ്കിൽ ബിസിനസ്സിന് ലാഭകരമായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി നേരെ തിരിച്ചാണ്. ഇത് പാലിക്കണമെന്ന് ബിസിനസ്സിന് നിർബന്ധമില്ല. ഇറ്റ് ഈസ് എ വോളണ്ടറി ഒബ്ലിഗേഷൻ.
ദാറ്റ് ആൻ എൻ്റർപ്രൈസ് അസ്യൂംസ്. ഇത് വോളണ്ടറിയായ ഒബ്ലിഗേഷനാണ്. കൺസ്ട്രക്റ്റിംഗ് എ ഹോസ്പിറ്റൽ, നമ്മൾക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കുക, അത് ബിസിനസ്സിന് നിർബന്ധമുള്ള ഒരു പ്രവർത്തനമല്ല, ആരും നിർബന്ധിക്കുന്നില്ല. ബിസിനസ് സ്വയം സമൂഹത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് അവർ വോളണ്ടറി ആയിട്ട് നടത്തുന്ന കോൺട്രിബ്യൂഷൻസാണ്. അപ്പോൾ ഇത്തരം ഒരു കോൺട്രിബ്യൂഷൻ, ഇത്തരം ഒരു ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുമ്പോൾ ആ ബിസിനസ്സിന് സമൂഹത്തിൽ ഒരു പബ്ലിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ആ ബിസിനസ്സിന് കഴിയും. ഓക്കെ, സോ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി സിഗ്നിഫൈസ് എ വോളണ്ടറി ഒബ്ലിഗേഷൻ ദാറ്റ് ആൻ എൻ്റർപ്രൈസ് അസ്യൂംസ്. Fulfilling such responsibility promotes a good public image. ഓക്കെ, മൊബൈൽ ഫോൺ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ടെലിവിഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു കമ്പനി സൗജന്യമായിട്ട് ടെലിവിഷൻ അല്ലെങ്കിൽ മൊബൈൽ സെറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ അത് ഒരു ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ബിസിനസ്സിൻ്റെ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്ത് കൊടുത്തിരിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ വോളണ്ടറി ആയിട്ട് അവർ കൊടുക്കുന്നു. Okay, these are the 4 kinds of social responsibilities. Economic responsibility, രണ്ടാമത്തേത് ലീഗൽ റെസ്പോൺസിബിലിറ്റി, മൂന്നാമത്തേത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, നാലാമത്തേത് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടു ഡിഫറൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. ബിസിനസ്സിൽ നേരിട്ടും അല്ലാതെയും ബന്ധപ്പെടുന്ന സോഷ്യൽ ഗ്രൂപ്പുകളുണ്ട്. കൺസ്യൂമേഴ്സ് ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്, എംപ്ലോയീസ് മറ്റൊരു സോഷ്യൽ ഗ്രൂപ്പാണ്, ഓണേഴ്സ് വേറൊരു സോഷ്യൽ ഗ്രൂപ്പാണ്, ഗവൺമെൻറ് സോഷ്യൽ ഗ്രൂപ്പാണ്, പബ്ലിക് അറ്റ് ലാർജ് ആസ് എ പബ്ലിക് മറ്റൊരു ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്. ഈ ഓരോ സോഷ്യൽ ഗ്രൂപ്പിനോടും ബിസിനസ്സിന് ചില ഉത്തരവാദിത്വങ്ങൾ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കാം, ഓണേഴ്സിനോട്, അല്ലെങ്കിൽ അവരെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. ഓണേഴ്സ്, ദേ ആർ ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. അവരാണ് ഒരു ബിസിനസ്സിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു ബിസിനസ്, സപ്പോസ് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നു, നിങ്ങളൊരു 5 ലക്ഷം രൂപ മുടക്കി ചെറിയൊരു ബിസിനസ് തുടങ്ങുന്നു. നിങ്ങൾ എന്താണ് ആ ബിസിനസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുക? നിങ്ങൾ ഒരു വർഷം ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നു, നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാണ് ബിസിനസ് നടത്തുന്നത്? ഒന്നാമത് നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ലാഭമാണ്, പ്രോഫിറ്റ് ഏൺ ചെയ്യണം. രണ്ടാമത്തേത് കാര്യം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതിൻ്റെ സേഫ്റ്റി അത് കുറയാൻ പാടില്ല. നമ്മൾ 5 ലക്ഷം മുടക്കി ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2 ലക്ഷം രൂപയെ ബാലൻസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൂല്യമുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വലിയ നഷ്ടമാണ്. അപ്പോൾ മൂല്യം കുറയാൻ പാടില്ല, സേഫ് ആയിരിക്കണം. അതുപോലെ റിട്ടേൺ ഒരു വർഷം മാത്രം കിട്ടിയാൽ പോരാ, അത് എല്ലാ വർഷവും കിട്ടണം. ഇങ്ങനെ ചില പ്രതീക്ഷകളുണ്ട് ഓണർ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഉടമസ്ഥരെന്ന നിലയിൽ നമുക്ക് ചില പ്രതീക്ഷകളുണ്ട്. അപ്പോൾ ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നതാണ് ഒരു ബിസിനസ്സിന് ഷെയർ ഹോൾഡേഴ്സിനോട് അല്ലെങ്കിൽ ഓണേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നാമത്തേത്, പ്രൊവൈഡ് ഫെയർ റിട്ടേൺ ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ന്യായമായ റിട്ടേൺ കൊടുക്കുക. അവർ മുടക്കിയ ക്യാപിറ്റലിന് ന്യായമായ ഒരു റിട്ടേൺ കൊടുക്കുക. അപ്പോൾ എന്താണ് ന്യായമായ റിട്ടേൺ? ഇപ്പോഴത്തെ ബാങ്ക് റേറ്റ് അനുസരിച്ച് 7% നമുക്ക് മാക്സിമം ഇൻട്രസ്റ്റ് കിട്ടും. ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല. ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഡിപ്പോസിറ്റ് ചെയ്തു, വീട്ടിൽ കൈയും കെട്ടിയിരുന്നാൽ മതി, നമുക്ക് കിട്ടും. പക്ഷേ നേരെ മറിച്ച് ബിസിനസ് തുടങ്ങിയാലോ, നമ്മൾ വീട്ടിൽ കൈയും കെട്ടിയിരുന്നാൽ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ? നമ്മളിട്ട പൈസയും കൂടെ പോകുന്നേ ഉള്ളൂ, ഒന്നും കിട്ടില്ല. അത് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ അധ്വാനിച്ചാലേ നമുക്ക് റിട്ടേൺ കിട്ടും. അപ്പോൾ നമുക്ക് 7% പോരാ, അതിൻ്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ വേണം. ഒരു 10-20% ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫെയർ ആണെന്ന് പറയാം, ഏറെക്കുറെ ഫെയർ റിട്ടേൺ ആണ് എന്ന് പറയാം. അപ്പോൾ ഫെയർ റിട്ടേൺ ഏൺ ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തത്, എൻഷുർ സേഫ്റ്റി ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സേഫ്റ്റി, അതിൻ്റെ മൂല്യം കുറയരുത്, കൂടുന്നതല്ലാതെ മൂല്യം കുറയാൻ പാടില്ല. അതാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തത്, പ്രൊവൈഡ് റെഗുലർ, ആക്യുറേറ്റ് ആൻഡ് ഫുൾ ഇൻഫർമേഷൻ എബൌട്ട് ദി വർക്കിംഗ് ഓഫ് ദി കമ്പനി ആസ് വെൽ ആസ് സ്കീംസ് ഓഫ് ഫ്യൂച്ചർ ഗ്രോത്ത്. ബിസിനസ്സിൻ്റെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഓണേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം.
ബിസിനസ്സിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഒന്നും മറച്ചു വയ്ക്കാതെ അത് ഓണേഴ്സിന് വെളിപ്പെടുത്തുക എന്നത്, അല്ലെങ്കിൽ അവർക്ക് സമയാസമയങ്ങളിൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നത് ഒരു ബിസിനസ്സിൻ്റെ ഓണേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഒന്നാമത്തേത് പ്രൊവൈഡ് ഫെയർ റിട്ടേൺ ടു ദ ഷെയർ ഹോൾഡേഴ്സ്. 2, എൻഷുർ സേഫ്റ്റി ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. 3, പ്രൊവൈഡ് റെഗുലർ ആക്യുറേറ്റ് ആൻഡ് ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് ദ വർക്കിംഗ് ഓഫ് ദി കമ്പനി. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ബിസിനസ്സുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ് വർക്കേഴ്സ്. വർക്കേഴ്സിനോട് ബിസിനസ്സിന് എന്തൊക്കെ ഉത്തരവാദിത്വങ്ങൾ ഉണ്ട്? ഒന്നാമത്, വർക്കേഴ്സ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ മീനിങ്ഫുൾ വർക്ക്. ന്യായമായ ജോലി അവർക്ക് ബിസിനസ്സിൽ ഉണ്ടായിരിക്കണം. അവരുടെ ക്വാളിഫിക്കേഷനും എബിലിറ്റീസും അനുസരിച്ചുള്ള ഒരു തൊഴിൽ ബിസിനസ്സിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. രണ്ടാമത്തത്, ക്രിയേറ്റ് റൈറ്റ് കൈൻഡ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ വിൻ കോഓപ്പറേഷൻ ഓഫ് വർക്കേഴ്സ്. നല്ല ഒരു തൊഴിൽ സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക. നല്ല ഒരു തൊഴിൽ സാഹചര്യം എന്ന് പറഞ്ഞാൽ അടച്ച് കാറ്റും വായു സഞ്ചാരമില്ലാത്ത, വെളിച്ചം കടക്കാത്ത ഒരു മുറിയിൽ ആണ് എംപ്ലോയീസ് വർക്ക് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അതൊരു നല്ല വർക്കിംഗ് കണ്ടീഷൻ അല്ല. നല്ല വെളിച്ചമുള്ള, വായു സഞ്ചാരമുള്ള, നല്ല വൃത്തിയുള്ള സ്ഥലം ഒന്നാമത് വേണം. മറ്റൊന്ന്, അവർക്ക് വേണ്ട ആവശ്യമായ ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് അതെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ വർക്കേഴ്സിൻ്റെ സേഫ്റ്റി മെഷേഴ്സ്, ചിലപ്പോൾ വളരെ ഡേഞ്ചറസ് ആയ ജോലികളൊക്കെ, പ്രത്യേകിച്ച് നമുക്കറിയാം വയർമെൻ, ഇലക്ട്രീഷ്യൻസ്, വയർമെൻ, KCBയിലൊക്കെ ജോലി ചെയ്യുന്നവർ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ നിന്നൊക്കെ വർക്കേഴ്സിന് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്തിരിക്കണം, അത് എൻഷുർ ചെയ്യണം. ഓക്കെ, സോ ഇതൊക്കെയാണ് റൈറ്റ് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ തേർഡ്, റെസ്പെക്റ്റ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഓഫ് വർക്കേഴ്സ് ടു ഫോം യൂണിയൻസ്. വർക്കേഴ്സിന് യൂണിയൻസ് ഫോം ചെയ്യാൻ, യൂണിയനിൽ പ്രവർത്തിക്കാൻ, അതിനൊക്കെയുള്ള ഡെമോക്രാറ്റിക്കായ അവകാശം അംഗീകരിക്കുക. ആൻഡ് ലാസ്റ്റ്ലി, വർക്കർ മസ്റ്റ് ബി എൻഷുർഡ് ഓഫ് എ ഫെയർ വേജ്. ന്യായമായ ശമ്പളം കൊടുക്കണം. ആൻഡ് ദേ ഷുഡ് ബി ഡെൽറ്റ് വിത്ത് ഫെയർലി ബൈ ദി മാനേജ്മെൻറ്റ്. ന്യായമായ പരിഗണന, മാനേജ്മെൻറ്റ് അവരെ ന്യായമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ന്യായമായ വേതനം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നതും ഒരു ബിസിനസ്സിൻ്റെ വർക്കേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ്, തേർഡ് ഗ്രൂപ്പ് ഈസ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനോട് ഒരു ബിസിനസ്സിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്? ഒന്നാമത്, പ്രൊവൈഡ് റൈറ്റ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ന്യായമായ വിലയ്ക്ക് ക്വാളിറ്റി ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക. ശരിയായ ക്വാളിറ്റി, ശരിയായ ക്വാണ്ടിറ്റിയിൽ നമ്മൾ 1 കിലോ സാധനം വാങ്ങിയാൽ അത് 1 കിലോ ഉണ്ടായിരിക്കണം. 10 കിലോ വാങ്ങിയാൽ അതിനകത്ത് 9 കിലോ വെച്ചിട്ട് 10 കിലോ ഉണ്ടെന്ന് സീൽ പിടിച്ച് 10 കിലോയുടെ പൈസയും വാങ്ങിയാൽ നമുക്ക് അത് റൈറ്റ് ക്വാണ്ടിറ്റി അല്ല. ഓക്കെ, അപ്പോൾ ന്യായമായ വിലയ്ക്ക്, ശരിയായ അളവിൽ, ശരിയായ ഗുണനിലവാരത്തിൽ ഗുഡ്സും സർവീസസും പ്രൊവൈഡ് ചെയ്യുക എന്നത് ആണ് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തേത്, എൻ്റർപ്രൈസ് ഷുഡ് അബ്സ്റ്റൈൻ ഫ്രം അഡൾട്ടറേഷൻ. മായം ചേർക്കാൻ പാടില്ല. ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ അത് വിൽക്കാൻ പാടില്ല. അതുപോലെ സേവനങ്ങൾ, ആവശ്യമായ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. പൂഴ്ത്തി വെച്ച് വില കൂട്ടാൻ പാടില്ല. ഇങ്ങനെ ചില കാര്യങ്ങളിൽ നിന്ന് ബിസിനസ് വിട്ടു നിൽക്കണം. അത് കൺസ്യൂമേഴ്സിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്വമാണ് ഇതൊക്കെ ചെയ്യാതിരിക്കുക എന്നത്. നെക്സ്റ്റ്, തേർഡ്, ദ എൻ്റർപ്രൈസ് ഷുഡ് നോട്ട് ഗിവ് മിസ്ലീഡിംഗ് ആൻഡ് ഡിഷോണസ്റ്റ് അഡ്വർടൈസിങ്. മിസ്ലീഡിംഗ് ആയ അഡ്വർടൈസിങ്, തെറ്റായ അഡ്വർടൈസിങ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. സത്യസന്ധമല്ലാത്ത അഡ്വർടൈസിങ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെ സോപ്പ് ഉപയോഗിച്ചാൽ മതി, എല്ലാവരും വെളുക്കും എന്ന് പറയുന്ന തരത്തിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന കമ്പനികളുണ്ട്. ഞങ്ങളുടെ
പറയുന്നുണ്ട്, വെളുത്ത സ്കിന്നിന് ഈ പർട്ടിക്കുലർ ബ്രാൻഡ് സോപ്പ് ഉപയോഗിക്കാം. നമുക്കറിയാം, ഒരു സോപ്പ് ഉപയോഗിച്ചാലും നമ്മുടെ ശരീരത്തിൻ്റെ കളർ മാറ്റാൻ എന്തായാലും സാധ്യമല്ല. നമുക്ക് ജന്മനാ കിട്ടിയ കളറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയ സത്യസന്ധമല്ലാത്ത അഡ്വർടൈസ്മെൻറ്റ്സ് ബിസിനസ്സുകൾ കൊടുക്കാൻ പാടില്ല. ദെൻ പ്രൊവൈഡ് കൺസ്യൂമേഴ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ്, കമ്പനി ആൻഡ് അതർ മാറ്റേഴ്സ് ഹാവിങ് എ ബെയറിംഗ് ഓൺ ദെയർ പർച്ചേസിങ് ഡിസിഷൻ. അവരുടെ വാങ്ങാനുള്ള തീരുമാനത്തെ സ്വാധീനിക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, ഇതൊക്കെ കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. ഇതും കൺസ്യൂമേഴ്സിനോടുള്ള ഒരു ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഗവൺമെൻറ് ആൻഡ് കമ്മ്യൂണിറ്റി. ഗവൺമെൻറ്റിനോട് ഒരു ബിസിനസ്സിനുള്ള റെസ്പോൺസിബിലിറ്റി. അതിലൊന്നാമത്തെ നമ്മൾ ലീഗൽ റെസ്പോൺസിബിലിറ്റിയിൽ പറഞ്ഞു, ബിസിനസ് ഗവൺമെൻറ് അല്ലെങ്കിൽ രാജ്യത്ത് പാസ്സാക്കുന്ന നിയമങ്ങൾ, ദ എൻ്റർപ്രൈസ് മസ്റ്റ് റെസ്പെക്റ്റ് ദ ലോസ് ഓഫ് ദ കൺട്രി, നിയമങ്ങൾ പാലിക്കാൻ ഒരു ബിസിനസ് ബാധ്യസ്ഥരാണ്. ഇതാണ് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തെ, ദേ മസ്റ്റ് പേ ടാക്സസ് റെഗുലർലി ആൻഡ് ഓണസ്റ്റ്ലി, സത്യസന്ധമായിട്ട് ടാക്സ് കൊടുക്കണം, നികുതി വെട്ടിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ സത്യസന്ധമായിട്ട് ടാക്സ് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന ടാക്സാണ് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ. അതുപയോഗിച്ചാണ് ഗവൺമെൻറ് വെൽഫെയർ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്നത്. നമുക്ക് സൗജന്യ വാക്സിനൊക്കെ തരുന്നതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഈ നികുതി പണം ഉപയോഗപ്പെടുത്തിയാണ്. അപ്പോൾ നമ്മൾ ടാക്സ് വെട്ടിക്കാൻ പാടില്ല. മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റി, ഇറ്റ് മസ്റ്റ് ബിഹേവ് ആസ് എ ഗുഡ് സിറ്റിസൺ ആൻഡ് ആക്ട് അക്കോർഡിംഗ് ടു ദ വെൽ ആക്സെപ്റ്റഡ് വാല്യൂസ് ഓഫ് ദി സൊസൈറ്റി. സമൂഹത്തിലെ മൂല്യങ്ങൾക്കനുസരിച്ച് ഒരു ബിസിനസ് പ്രവർത്തിക്കണം. സമൂഹത്തിലെ മൂല്യങ്ങൾക്കനുസരിച്ച് ഒരു ബിസിനസ് പ്രവർത്തിക്കണം. ദെൻ ഇറ്റ് മസ്റ്റ് പ്രൊട്ടക്റ്റ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി സംരക്ഷിക്കുന്ന തരത്തിൽ വേണം ബിസിനസ് പ്രവർത്തിക്കാൻ. അമിതമായി ജലം ചൂഷണം ചെയ്യുകയോ പരിസ്ഥിതി മലിനീകരണം രൂക്ഷമായ രീതിയിൽ നടത്തുകയോ ഒന്നും ചെയ്യാതെ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള, പരമാവധി പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് വേണം നടത്താൻ. Then it must build or develop a proper image in society through continuous interaction with the various groups of people. നല്ല സൊസൈറ്റിയിൽ ഒരു നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഒരു ബിസിനസ്സിന് ഗവൺമെൻറ്റിനോടും കമ്മ്യൂണിറ്റിയോടുമുള്ള റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, സോ ദീസ് ആർ ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗവൺമെൻറ് ടു ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. ഇതിലേതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് 4-5 മാർക്കിന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എഴുതാൻ വളരെ എളുപ്പമാണ്. നിങ്ങളിത് കാണാതെ പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് സ്വന്തം വാക്യത്തിൽ ഒരു 5 പോയിൻ്റ് കൺസ്യൂമേഴ്സിനോട് ഒരു ബിസിനസ്സിനുള്ള റെസ്പോൺസിബിലിറ്റി എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെച്ച് സ്വയം ആൻസർ ചെയ്യാൻ പഠിക്കുക. കാരണം ഒരു ബിസിനസ്സിന് നമുക്ക് ഊഹിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. ഓണേഴ്സിനോട് എന്തൊക്കെയാണ് ഉത്തരവാദിത്വങ്ങൾ, പിന്നെ ഗവൺമെൻറ്റിനോടുള്ള ഉത്തരവാദിത്വങ്ങൾ, കൺസ്യൂമേഴ്സിനോടുള്ള ഉത്തരവാദിത്വങ്ങൾ, ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ സ്റ്റഡി വെൽ. താങ്ക് യു.